ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നോമ്പ് എന്നുള്ളത് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഒരു റീഫ്യൂലിംഗ് സ്റ്റേഷനാണ്. നമ്മുടെ ഇപ്പോഴത്തെ ആത്മീയ നിലയിൽ നിന്ന് നമ്മെ എലിവേറ്റ് ചെയ്ത് കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കുവാൻ സഹായിക്കുന്ന കാലഘട്ടം. പലപ്പോഴും നോമ്പ് എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു മാറ്റം കൊണ്ടുവരുവാൻ നമ്മളൊക്കെ പ്രയത്നിക്കാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഇങ്ങനെ മാറ്റം വരുത്തേണ്ട ആവശ്യമുണ്ടോ? ഒരു യഥാർത്ഥ ദൈവവിശ്വാസിയുടെ ജീവിതം നിരന്തരം ഒരു നോമ്പിന്റെ അനുഭവം തന്നെയല്ലയോ? ബാഹ്യമായ ചില മാറ്റങ്ങൾ, അത് ഭക്ഷണത്തിലും നമ്മൾ ഉപയോഗിക്കുന്ന നമസ്കാര ക്രമത്തിലും ഒക്കെ മാറ്റം വരും. പക്ഷേ നമ്മുടെ വേ ഓഫ് ലൈഫ്, അത് നമ്മുടെ മരണസമയം വരെയും ഈ ഒരു കാലഘട്ടത്തിൽ നാം കാണിക്കുന്ന ആ തയ്യാറെടുപ്പ് പോലെ എന്നും ഉണ്ടാകേണ്ടതല്ലയോ? ഇത്തന്നെയല്ലേ ക്രിസ്തുവും മരുഭൂമിയിലെ പിതാക്കന്മാരും സഭാപിതാക്കന്മാരും കാണിച്ചു തന്ന മാതൃക? നസറുദ്ദീനും മുല്ലയും എന്ന ഹാസ്യ കഥകൾ പലപ്പോഴും പലരും വായിക്കാറുണ്ട്. ഒരിക്കൽ നസറുദ്ദീൻ എന്തോ കാര്യം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മുല്ല വന്ന് ചോദിക്കുന്നു, എന്താണ് തപ്പുന്നത്? അദ്ദേഹം പറയുന്നു, എന്റെ കയ്യിലെ താക്കോൽ കാണാതെ പോയി. അങ്ങനെ ഇരുവരും തപ്പാൻ തുടങ്ങി. കുറെ സമയം കഴിഞ്ഞു, കിട്ടിയില്ല. അപ്പൊ മുല്ല ചോദിക്കുന്നുണ്ട്, എവിടെ വെച്ചാണ് താക്കോൽ നഷ്ടപ്പെടുത്തിയത്? ഉത്തരമായിട്ട് അദ്ദേഹം പറയുകയാണ്, വീട്ടിൽ വെച്ചാണ് താക്കോൽ കാണാതെ പോയത്. മുല്ല ചോദിക്കുന്നു, വീട്ടിൽ പോയ താക്കോല്, കാണാതെ പോയ താക്കോല് ഇവിടെ പുറത്ത് അന്വേഷിച്ചിട്ട് കാര്യമുണ്ടോ എന്ന്. നസറുദ്ദീൻ ഉത്തരം പറയുകയാണ്, വീട്ടിൽ വെളിച്ചമില്ലല്ലോ, പുറത്താണെങ്കിൽ വെളിച്ചമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ തപ്പുന്നുവെന്ന്. ഇതുപോലെ തന്നെ നമ്മളും ദൈവത്തെയും പലപ്പോഴും അന്വേഷിച്ച് നടക്കാറുണ്ട്. പക്ഷെ നഷ്ടപ്പെടുത്തിയ ഇടത്തിൽ അല്ല എന്ന് മാത്രമേ ഉള്ളൂ. നീ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നുവെന്നും നീ അറിയുന്നില്ലയോ എന്ന് പരിശുദ്ധനായ പൗലോസ് ചോദിക്കുന്ന പ്രശസ്തമായ ചോദ്യം. നമ്മളൊക്കെ ലൗകികരായി ജീവിക്കുമ്പോൾ നാം ദൈവ മന്ദിരം അല്ലാതെയായി തീരുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വസിക്കുവാൻ സാധിക്കാതെ പോകുന്നു. അതുകൊണ്ട് നമ്മൾ നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാൻ സാധിക്കട്ടെ. അത് ചെയ്യാതെ ചിലയിടങ്ങളും സ്ഥലങ്ങളും കാലഘട്ടവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കുമെന്ന് വിചാരിച്ചാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. ആയതുകൊണ്ട് ഈ നോമ്പ് നമ്മുടെ ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാനും നമ്മൾ നഷ്ടപ്പെടുത്തിയ ദൈവ സാന്നിധ്യത്തെ തിരിച്ചു നേടുവാനും സഹായിക്കട്ടെ. പരിശുദ്ധനായ ആബാ സിൽവാനിയോസ് പ്രകാരം പറയുന്നുണ്ട്, The whole purpose of the spiritual life is to descend with the mind into the heart through inner prayers and silence, so that we can discover the kingdom of God. ദൈവം നമ്മളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ.